മുൻ സർക്കാരിന്റെ കാലത്ത് ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നിയമസഭയിൽ ലഭിച്ച അവിഹിത സ്വാധീനത്തിന്റെയും കോടികളുടെ സാമ്പത്തിക ആനുകൂല്യങ്ങളുടെയും കൃത്യമായ വിവരങ്ങളാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ തുറന്നു സമ്മതിച്ചിരിക്കുന്നത്. വിവരം പുറത്തു വന്നതോടുകൂടി ഒളിച്ചു കളിക്ക് നിൽക്കാതെ കടുത്ത നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അഴിമതിക്കാരെയും അവർ കൂട്ടുനിന്ന ഉന്നതരെയും കൽത്തുറങ്കിലടക്കാൻ രണ്ടും കൽപ്പിച്ച് സ്പീക്കർ നേരിട്ട് രംഗത്തിറങ്ങിയതോടുകൂടി നിയമസഭാ സെക്രട്ടേറിയറ്റിൽ വൻ ശുദ്ധീകരണത്തിനാണ് വഴി തുറക്കുന്നത്. സ്പീക്കറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് ഉദ്യോഗസ്ഥർ മുൻ ഭരണകൂടത്തിന്റെ സമ്മർദ്ദ തന്ത്രങ്ങളെക്കുറിച്ച് മൊഴി നൽകിയത്. എന്നാലും ഈ വിവരം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് മനോരമ വാർത്തയാണ്. ഏതാനും വർഷം മുൻപ് ഒരു രാത്രിയിൽ നിയമസഭാ മന്ദിരത്തിലേക്ക് ഊരാളുങ്കലിന്റെ പേരിൽ ലോറിയിൽ എത്തിച്ച ഡിജിറ്റൽ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും ഗുരുതരമായ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. സുതാര്യത ഉറപ്പാക്കേണ്ട സാങ്കേതിക ഉപകരണങ്ങൾ യാതൊരുവിധ പരിശോധനയും കൂടാതെ കോടികളുടെ ബില്ലുകൾ പാസാക്കി നൽകാൻ ഉദ്യോഗസ്ഥർക്ക് മേൽ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. വഴിവിട്ട നീക്കങ്ങൾക്ക് തടസ്സം നിന്ന ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയാണ് കാര്യങ്ങൾ സാധിച്ചെടുത്തത്. മൊഴിപ്രകാരം 13 വലിയ പെട്ടികളിലാണ് അന്ന് രാത്രി ഡിജിറ്റൽ ഉപകരണങ്ങൾ ലോറിയിൽ നിയമസഭയിൽ എത്തിച്ചത്. അസ്വാഭാവികമായ ഈ നീക്കം കണ്ട് ഡ്യൂട്ടിയിലില്ലായിരുന്ന ഉദ്യോഗസ്ഥനെ അടിയന്തരമായി രാത്രി തന്നെ നിയമസഭയിലേക്ക് അധികൃതർ വിളിച്ചു വരുത്തുകയായിരുന്നു. കോടികൾ വിലമതിക്കുന്ന ഉപകരണങ്ങൾ ആയതിനാൽ അവ പ്രവർത്തനക്ഷമമാണോ എന്ന് കൃത്യമായി പരിശോധിച്ച് ബോധ്യപ്പെടാതെ കൈപ്പറ്റാൻ കഴിയില്ലെന്ന് ഉദ്യോഗസ്ഥർ കർശന നിലപാടെടുത്തു. എന്നാൽ നിയമസഭയിലെ അന്നത്തെ ഉന്നത അധികാരികളിൽ നിന്നും ഉദ്യോഗസ്ഥന് മേൽ കടുത്ത സമ്മർദ്ദമാണ് ഉണ്ടായത്. ഉപകരണങ്ങൾ ഇപ്പോൾ പരിശോധിക്കേണ്ടതില്ലെന്നും അവ നേരിട്ട് സ്റ്റോറിലേക്ക് മാറ്റിയാൽ മതിയെന്നുമായിരുന്നു ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയ കർശന നിർദ്ദേശം. ഒടുവിൽ മേലുദ്യോഗസ്ഥരുടെ ഭീഷണിക്കും സമ്മർദ്ദത്തിനും വഴങ്ങി ഇയാൾക്ക് ഡിജിറ്റൽ ഉപകരണങ്ങൾ അടങ്ങിയ പെട്ടികൾ സ്റ്റോറിലേക്ക് മാറ്റേണ്ടി വരികയായിരുന്നു. പദ്ധതി കൃത്യമായി നടപ്പാക്കിയെന്ന് വരുത്തി തീർത്ത ഊരാളുങ്കൽ സൊസൈറ്റി തൊട്ടടുത്ത ദിവസം തന്നെ കോടികളുടെ ബില്ലിലാണ് നിയമസഭയിൽ സമർപ്പിക്കേണ്ടി വന്നത്. ഉപകരണങ്ങൾ പ്രവർത്തിച്ചു നോക്കുക പോലും ചെയ്യാതെ കേവലം പെട്ടികൾ സ്റ്റോറിലിരുന്ന വകയിൽ മാത്രം ഈ കോടികളുടെ ബിൽ ഉദ്യോഗസ്ഥർക്ക് പാസാക്കി നൽകേണ്ടി വന്നു എന്നാണ് ലഭിച്ചിരിക്കുന്ന മൊഴി. ഖജനാവിലെ പണം എങ്ങനെയാണ് മുൻ ഭരണകാലത്ത് തന്നെ ഇഷ്ടപ്രകാരം ദൂർത്തടിച്ചതിന്റെ ജീവിക്കുന്ന തെളിവാണ് ഈ വെളിപ്പെടുത്തൽ. ഇതിനു പുറമെ മുൻ സർക്കാരിന്റെ കാലത്ത് നിയമസഭയ്ക്കുള്ളിൽ ഊരാളുങ്കലുമായി ബന്ധപ്പെട്ടെത്തിയ എല്ലാ ഫയലുകൾക്കും പിന്നിൽ മിന്നൽ വേഗത്തിലാണ് അനുമതി ലഭിച്ചിരിക്കുന്നതെന്ന് മറ്റു ചില ഉദ്യോഗസ്ഥരും വെളിപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ ഫയലുകൾ ആഴ്ചകളും മാസങ്ങളും ചുവപ്പുനാടയിൽ കുരുങ്ങിക്കിടക്കുമ്പോൾ ഊരാളുങ്കലിന്റെ ഫയലുകൾ മണിക്കൂറുകൾക്കകം ഉന്നതതല അംഗീകാരം ലഭിച്ച നിയമസഭ വിട്ടുപോകുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഉന്നത രാഷ്ട്രീയ ലോബിയെക്കുറിച്ചും അന്വേഷണം നീളുന്നുണ്ട്. ഉദ്യോഗാർത്ഥികളെയും പൊതുജനങ്ങളെയും ഞെട്ടിച്ച ഈ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ നിയമസഭാ സെക്രട്ടേറിയറ്റ് ഇപ്പോൾ സമഗ്രമായ ഉയർന്ന അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രാഥമിക പരിശോധനയിൽ തന്നെ അഴിമതിയുടെ വലിയ കറുത്ത കൈകൾ വ്യക്തമായ സാഹചര്യത്തിൽ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തര അന്വേഷണ സംഘത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ഊരാളുങ്കൽ ഉൾപ്പെടെയുള്ള വിവിധ കരാറുകാർ നിയമസഭയിൽ നടപ്പാക്കിയ എല്ലാ പദ്ധതികളുടെയും നിലവിലെ സ്ഥിതി വ്യക്തമാക്കാൻ സ്പീക്കർ ഉത്തരവിട്ടിട്ടുണ്ട്. ഇതിനായി സഭയിൽ എല്ലാ വകുപ്പുകൾക്കും അടിയന്തരമായി വിവരങ്ങൾ കൈമാറാൻ ആവശ്യപ്പെട്ട് നിയമസഭാ സെക്രട്ടറിയുടെ പ്രത്യേക കുറിപ്പിൽ നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. പദ്ധതികൾക്ക് എത്ര പണം ചെലവായി, കരാർ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഇതിലൂടെ ശേഖരിക്കും. അഴിമതിയിലൂടെ ജനങ്ങളുടെ നികുതിപ്പണം കവർന്നവർ എത്ര ഉന്നതരാണെങ്കിലും അവരെ വെറുതെ വിടില്ലെന്ന ഉറച്ച നിലപാടിലാണ് സ്പീക്കർ. ഡിജിറ്റൽ ഉപകരണങ്ങളുടെ പേരിൽ നടന്ന ഈ കള്ളക്കളിയിൽ സാങ്കേതിക വിദഗ്ധരെ ഉൾപ്പെടുത്തി വിശദമായ ഓഡിറ്റിംഗും നടത്തും. ഇത് ഊരാളുങ്കലിന്റെ മറവിൽ CPM പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് കേരളത്തെ അനുദിനം വികസിപ്പിക്കുന്നത് എന്നാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം സംശയിക്കുന്നത്. എന്നാൽ എല്ലാ ഇടപാടുകളും ഇന്റലിജന്റ് മൂവാണ്. പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്ത തരത്തിലാണ് നീക്കങ്ങൾ നടന്നത്. നിരത്തിലെ നിയമലംഘനം പിടികൂടാൻ ക്യാമറ സ്ഥാപിക്കുന്ന പദ്ധതി SRIT എടുത്തെങ്കിലും പ്രധാന പദ്ധതി നടത്തിപ്പ് സ്ഥാപനം കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രസാഡിയോ ആണ്. കോടികളുടെ അഴിമതിയും ക്രമവിരുദ്ധ ഇടപാടും വിവാദമായതിന് പിന്നാലെയാണ് പ്രസാഡിയോയ്ക്ക് കിട്ടിയ മറ്റ് പദ്ധതികളുടെ കരാർ വിശദാംശങ്ങൾ കൂടി പുറത്തു വന്നത്. കാസർഗോഡും കണ്ണൂരും വെഹിക്കിൾ ഡ്രൈവിംഗ് ടെസ്റ്റ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ ഊരാളുങ്കലിൽ നിന്ന് ഉപകരാർ എടുത്തത് പ്രസാഡിയോയാണ്. 4.16 കോടിയുടെ പദ്ധതിയിൽ ഉപകരണങ്ങളുടെ സപ്ലൈയും അനുബന്ധ ജോലികളുമായിരുന്നു പ്രസാഡിയോയുടെ ചുമതല. 2018 സ്ഥാപനം തുടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ കരാർ പ്രസാഡിയോ ഏറ്റെടുക്കുന്നത്. ട്രാഫിക് ക്യാമറയ്ക്ക് കെൽട്രോൺ വഴിയാണ് സർക്കാർ സ്വകാര്യ കമ്പനിയിലേക്ക് എത്തിയതെങ്കിൽ ഇവിടെ കിഡ്കോ വഴിയാണ് ഗതാഗത വകുപ്പ് ഊരാളുങ്കലിലേക്കും അതുവഴി പ്രസാഡിയോയിലേക്കും എത്തിയത്.
K4 അടക്കം മറ്റ് വൻകിട പദ്ധതികളും സമാനമായ ഉപകരാർ പ്രസാഡിയോ നേടിയെടുത്തതിന്റെ തെളിവുകളും പുറത്തു വന്നു. സർക്കാർ മുൻകൈയെടുത്ത് നടപ്പാക്കുന്ന വൻകിട പദ്ധതികളിലെല്ലാം ടെൻഡർ ഘട്ടം മുതൽ കരാർ ഉപകരാർ ജോലികളിൽ വരെ ഒരേ കമ്പനികളുടെ സ്ഥിരം സാന്നിധ്യവും ഇതിന് പിന്നിലെ സ്വജനപക്ഷപാതവുമാണ് പ്രതിപക്ഷം ആയുധമാക്കിയത്. ഊരാളുങ്കൽ ഈ കുടുംബത്തിന്റെ ഐശ്വര്യം എന്നാണ് AKG സെന്ററിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന ബോർഡ്. CM രവീന്ദ്രൻ മുഖ്യമന്ത്രി ഓഫീസിലിരുന്ന് ഊരാളുങ്കലിന് വേണ്ടി ചരടുകൾ വലിക്കുകയും മറ്റ് മന്ത്രിമാരുടെ ഓഫീസുകളിലെത്തുന്ന വർക്കുകൾ ഊരാളുങ്കലിന് ക്യാൻവാസ് ചെയ്യുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഇടപെടൽ കൂടിയായപ്പോൾ സംഗതി പൂർണ്ണമാകുന്നു. ഈ പറയുന്ന മുഖ്യമന്ത്രിയൊക്കെ തന്നെ കഴിഞ്ഞ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിയെയാണ് ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി CPMന്റെ കള്ളപ്പണം വെളുപ്പിക്കൽ കേന്ദ്രമാണെന്ന ആരോപണം മുമ്പേ ഉണ്ട്. ഒരു തരത്തിലുമുള്ള ടെൻഡർ നടപടികളും പാലിക്കാതെ സർക്കാരിന്റെ കോടികൾ ഊരാളുങ്കലിന് നൽകിയതിനെ കുറിച്ച് രഹസ്യാന്വേഷണം നടന്നിരുന്നു. സർക്കാർ മേഖലയിലുള്ള ജോലികളാണ് ഊരാളുങ്കലിന് കൂടുതലും കിട്ടുന്നത്. രാമനാട്ടുകര ഫ്ലൈ ഓവർ, കോഴിക്കോട് നഗരവികസനം, റെഗുലേറ്റർ കം ബ്രിഡ്ജ്, പിണറായി കമ്മ്യൂണിറ്റി പാർക്ക്, അതുപോലെ തന്നെ വെളിമാണ്ടുകുന്ന് ഈ ജെൻഡർ പാർക്ക് തുടങ്ങിയ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നുണ്ട്. മലബാറിലെ ഊരാളുങ്കൽ ഗ്രാമത്തിലാണ് സൊസൈറ്റി ജന്മമെടുത്തത്. ഈ വാഗ്ഭടനാനന്ദനാണ് സംഘത്തിന്റെ സ്ഥാപകൻ. ഏഷ്യയിലെ ഏറ്റവും വലിയ സഹകരണ സ്ഥാപനം എന്നാണ് സൊസൈറ്റി അവകാശപ്പെടുന്നത്. CPM അധികാരത്തിൽ വരുമ്പോഴാണ് സൊസൈറ്റിക്ക് ശുക്രദശ തുടങ്ങുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഊരാളുങ്കലിന്റെ ശുക്രദശ അവസാനിച്ചിരിക്കുന്നു. ഊരാളുങ്കലിന്റെ നെഞ്ചത്ത് നമ്മുടെ സ്പീക്കർ രാധാകൃഷ്ണൻ അദ്ദേഹം റീത്ത് വെച്ച് തുടങ്ങിയെന്ന കാര്യത്തിൽ സംശയമില്ല.